കാനഡയിലെ പ്രായമായ ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പെൻഷൻ തുകയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് പ്രധാന വാർത്ത. ഇത് ഒരുപാട് പേർക്ക് കൂടുതൽ പണം കിട്ടാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പ്രായമായ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ പെൻഷൻ കിട്ടാൻ അർഹതയുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പണം ഒരു വർഷം ഏകദേശം $3716 വരെയാണ്. ഇത് അവരുടെ മാസ ബജറ്റിൽ വലിയ മാറ്റം വരുത്തും. എനിക്ക് കത്ത് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു എന്നാണ് വിന്നിപെഗിൽ നഴ്സായി ജോലി ചെയ്ത് റിട്ടയർഡ് ചെയ്ത 73 വയസ്സുള്ള മാർഗരറ്റ് വിൽസൺ പറയുന്നത്. ഒരുപാട് വർഷം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ സൂക്ഷിച്ചുപയോഗിച്ച് ജീവിക്കുന്ന എനിക്ക് ഓരോ മാസവും ഏകദേശം $310 കൂടുതൽ കിട്ടുന്നത് ലോട്ടറി അടിച്ച പോലെയാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാർഗരറ്റ് പറയുന്നുണ്ട്. മാർഗരറ്റ് വിൽസന്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. കാനഡയിലെ പല പ്രായമായ ആളുകൾക്കും സമാനമായ അനുഭവങ്ങളുണ്ട്. കാനഡ പെൻഷൻ പ്ലാൻ, ഓൾഡ് ഏജ് സെക്യൂരിറ്റി, ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെൻ്റ് എന്നിവയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇതിനെ കാനഡയിലെ 3 കാലുകളുള്ള പെൻഷൻ ഷൂൾ എന്ന് പറയാറുണ്ട്. ഈ മാറ്റങ്ങൾ പല രീതിയിലാണ് നടപ്പിലാക്കുന്നത്. കൃത്യസമയത്തുള്ള വർധനവ്, പണപ്പെരുപ്പത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, പുതിയ നിയമങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇത് പ്രായമായവരുടെ വരുമാനം കൂട്ടാൻ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. എന്നാൽ ഒരുപാട് പ്രായമായ ആളുകൾക്ക് ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ചിലർക്ക് എങ്ങനെ അപേക്ഷിക്കണമെന്നറിയില്ല. അതിനാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എങ്ങനെ ഈ പെൻഷൻ തുക കൂട്ടാം, ആർക്കൊക്കെ ഇതിന് അർഹതയുണ്ട്, എങ്ങനെ അപേക്ഷിക്കാം, സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ അറിയാം. എങ്ങനെയാണ് $3716 വർധനവ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഇവിടെ പറയുന്ന $3716 എന്നത് പല പെൻഷൻ പദ്ധതികളിൽ നിന്നായി ഒരു വർഷം ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. ഇത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു പുതിയ പ്രോഗ്രാം അല്ല. ഇത് നിലവിലുള്ള പല പ്രോഗ്രാമുകളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഫലമാണ്. ഇത് പ്രായമായവരുടെ വരുമാനം കൂട്ടാൻ സഹായിക്കും. ഈ വർധനവിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാനഡ പെൻഷൻ പ്ലാൻ അതിൻ്റെ തുടക്കം മുതൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2019 നടപ്പിലാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും തുടരുന്നത്. ഇത് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. CPPയിൽ പണം നിക്ഷേപം നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ തുകയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പഴയ നിയമമനുസരിച്ച് കിട്ടുന്നതിനേക്കാൾ ഏകദേശം $1306 കൂടുതൽ ഇപ്പോൾ കിട്ടും. പെൻഷൻ കിട്ടുന്നതിനുള്ള തീയതി മാറ്റിവെക്കുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. 65 വയസ്സിൽ പെൻഷൻ എടുക്കുന്നതിന് പകരം 70 വയസ്സിൽ എടുക്കുകയാണെങ്കിൽ 42% കൂടുതൽ പണം കിട്ടും. ഓൾഡ് ഏജ് സെക്യൂരിറ്റിയിൽ വരുത്തിയ മാറ്റങ്ങൾ പ്രായമായ ആളുകൾക്ക് കൂടുതൽ വരുമാനം നൽകുന്നുണ്ട്. 75 വയസ്സ് കഴിഞ്ഞവർക്ക് 2022 ജൂലൈയിൽ 10% വർധനവ് നൽകി. ഇത് പഴയ ആളുകൾക്ക് വലിയൊരു സഹായമായി. OAS പണപ്പെരുപ്പത്തിനനുസരിച്ച് കൂട്ടുന്നത് കാരണം ഈ അടുത്ത കാലത്ത് വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 14% വർധനവുണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 65 മുതൽ 74 വയസ്സുള്ളവർക്ക് മാസം $713, 75 വയസ്സ് കഴിഞ്ഞവർക്ക് $784 മാസം കിട്ടുന്ന OAS. ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെന്റ് കുറഞ്ഞ വരുമാനമുള്ള OAS വാങ്ങുന്നവർക്ക് കൂടുതൽ പണം നൽകുന്നുണ്ട്. വരുമാനം കുറഞ്ഞവർക്കുള്ള പരിധി ഉയർത്തിയിട്ടുണ്ട്. പണപ്പെരുപ്പത്തിനനുസരിച്ച് ഇതിന്റെ അളവും കൂട്ടിയിട്ടുണ്ട്. ഒരു വരുമാനമില്ലാത്ത ആളുകൾക്ക് മാസം $1065 GIS കിട്ടും. ഇത് ഒരു വർഷം ഏകദേശം $12785 വരും. വരുമാനം കുറഞ്ഞത് കാരണം പുതുതായി ആനുകൂല്യം കിട്ടുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. അവർക്ക് ഒരു വർഷം $1200 കൂടുതൽ കിട്ടും. ഫെഡറൽ പ്രോഗ്രാമുകൾ കൂടാതെ പല പ്രവിശ്യകളിലും അവരുടെ പെൻഷൻ പദ്ധതികൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വിലകൾ കൂട്ടുന്നതനുസരിച്ച് ഇത് പ്രായമായവർക്ക് സഹായകരമാകും. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് കൊളംബിയ അതിൻ്റെ സീനിയർ സപ്ലിമെന്റ് മാസം $99 ആയി കൂട്ടി. ഇത് കുറഞ്ഞ വരുമാനമുള്ള പ്രായമായ ആളുകൾക്ക് ഒരു വർഷം $1191 വരെ കൂടുതൽ കിട്ടാൻ സഹായിക്കും. ആർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് നോക്കാം. ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രായം, വരുമാനം, താമസിക്കുന്ന സ്ഥലം, ജോലി ചെയ്തതിൻ്റെ കണക്കുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. CPP മെച്ചപ്പെടുത്തലിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് 2019 ജനുവരി 1 ശേഷം CPPയിൽ പണം നൽകിയിരിക്കണം. ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വർഷമെങ്കിലും CPPയിലേക്ക് പണം നൽകിയിരിക്കണം. 60 വയസ്സ് പൂർത്തിയായിരിക്കണം. 65 വയസ്സിന് മുൻപ് പണം വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞ തുകയെ കിട്ടുകയുള്ളൂ. ഓൾഡ് ഏജ് സെക്യൂരിറ്റി കിട്ടാനുള്ള പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 65 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുണ്ടായിരിക്കണം. 75 വയസ്സ് കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യം കിട്ടും. കാനഡ പൗരത്വം അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 10 വർഷമെങ്കിലും കാനഡയിൽ താമസിച്ചിരിക്കണം. മുഴുവൻ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 40 വർഷം അവിടെ താമസിക്കണം. OAS കിട്ടാൻ കാനഡയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ അവിടെ താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. വീട്ടമ്മമാരായിരുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്തവർക്കും ഈ ആനുകൂല്യം കിട്ടും. 75 വയസ്സ് കഴിഞ്ഞാൽ 10% വർധനവ് തനിയെ കിട്ടും. വരുമാനം കൂടിയാൽ OAS കുറവ് വരുത്തും.
ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെന്റ് കിട്ടണമെങ്കിൽ OAS കിട്ടുന്ന ആളായിരിക്കണം. ഒരു വർഷത്തെ വരുമാനം നിശ്ചിത പരിധിയിൽ കുറവായിരിക്കണം. കാനഡയിൽ താമസിക്കുന്ന ആളായിരിക്കണം. പുതിയ നിയമം അനുസരിച്ച് ആദ്യത്തെ $5000 വരുമാനം GISൽ നിന്ന് ഒഴിവാക്കും. അടുത്ത $10,000 പകുതി ആനുകൂല്യം കിട്ടും. ഇത് ജോലി ചെയ്യുന്ന പ്രായമായ ആളുകൾക്ക് വളരെ പ്രയോജനകരമാണ്. ഒരുപാട് പേർക്ക് ഈ ആനുകൂല്യം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പരിശോധിക്കാം. ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും പല പ്രായമായ ആളുകൾക്കും ഇത് കിട്ടുന്നില്ല. ഏകദേശം 2 ലക്ഷം ആളുകൾക്ക് GIS ആനുകൂല്യം കിട്ടാനുണ്ട്. ഇത് ഏകദേശം $1 ബില്യൺ വരും. പ്രായമായ ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ട്. ഇതിന് പ്രധാന കാരണം ഇതിനെക്കുറിച്ച് അറിയാത്തതും അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നില്ല. അവർക്ക് കിട്ടാനുള്ള പണം തനിയെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നില്ലെന്ന ആരോപണവും ഉണ്ട്. പെൻഷൻ വാർത്തകൾ ശ്രദ്ധിക്കാത്തവർക്കും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്തവർക്കും ഭാഷ അറിയാത്തവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ട്. അതുകൊണ്ടും പലരും അപേക്ഷിക്കാറില്ല. വരുമാനം കൂടുതലുള്ളത് കൊണ്ട് GIS കിട്ടില്ലെന്ന് പലരും വിചാരിക്കുന്നു. പക്ഷേ അത് തെറ്റാണ്. CPPയിൽ 40 വർഷം പണം അടച്ചാൽ മാത്രമേ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. സാധാരണയായി ആളുകൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാനഡയിൽ ജനിച്ചവർക്ക് മാത്രമേ OAS കിട്ടുകയുള്ളൂ. ആ ധാരണ തെറ്റാണ്. ജോലി ചെയ്താൽ ആനുകൂല്യം കിട്ടില്ല എന്ന ചിന്തയും തെറ്റാണ്. അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന ധാരണയും തെറ്റാണ്. അതേപോലെ ശരിയായ രീതിയിൽ അപേക്ഷിച്ചില്ലെങ്കിൽ ആനുകൂല്യം കിട്ടില്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതും തെറ്റായ ചിന്തയാണ്. അപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളും രേഖകൾ ശരിയാക്കാൻ അറിയാത്തതും ഒരു പ്രശ്നമാണ്. ചില ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അപേക്ഷിക്കാൻ പേടിയാണ്. ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ അർഹതയുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുക. സ്വയം അറിയാനായി ചില വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ മതിയാകും. ദ കനേഡിയൻ റിട്ടയർമെന്റ് ഇൻകം കാൽക്കുലേറ്റർ ഓൺ ദ ഗവൺമെന്റ് ഓഫ് കാനഡ വെബ്സൈറ്റ്, ദ ബെനിഫിറ്റ്സ് ഫൈൻഡർ ടൂൾ അറ്റ് benefitsfinder.services.gc.ca, നിങ്ങളുടെ ഏറ്റവും പുതിയ നോട്ടീസ് ഓഫ് അസസ്മെന്റ് ഫ്രം ദ കാനഡ റവന്യൂ ഏജൻസി, സർവീസ് കാനഡയിൽ നിന്നുള്ള CPP സ്റ്റേറ്റ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻസ്. ഇതിനുശേഷം രേഖകൾ ശരിയാക്കുകയാണ് വേണ്ടത്. എന്തൊക്കെയാണ് ആവശ്യമുള്ള രേഖകൾ എന്ന് നോക്കാം. സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന രേഖ, കാനഡ പൗരത്വം അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള അനുമതി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻകം ടാക്സ് റിട്ടേൺ, കാനഡയിൽ താമസിച്ചതിൻ്റെ രേഖകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്. ശേഷം CPP ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുക. നിങ്ങൾ CPPക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ CPP വാങ്ങുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക. CPP കിട്ടാത്തവർക്ക് മൈ സർവീസ് കാനഡ അക്കൗണ്ടിൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ISP 1000 ഫോം ഉപയോഗിച്ച് തപാൽ വഴി അയക്കാം. CPP വാങ്ങുന്നവർക്ക് സർവീസ് കാനഡയിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. ശേഷം OAS കിട്ടാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക. പല കനേഡിയൻ പൗരന്മാർക്കും 65 വയസ്സ് കഴിഞ്ഞാൽ OAS തനിയെ കിട്ടും. 64 വയസ്സിൽ നിങ്ങൾക്ക് സർവീസ് കാനഡയിൽ നിന്ന് കത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം അപേക്ഷിക്കേണ്ടതായി വരും. OASന് അപേക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. മൈ സർവീസ് കാനഡ അക്കൗണ്ട് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ISP 3000 ഫോം ഉപയോഗിച്ച് സർവീസ് കാനഡയിലേക്ക് അയക്കാം. സർവീസ് കാനഡ സെൻറ്ററിൽ പോയി സഹായം തേടാം. 75 വയസ്സ് കഴിഞ്ഞാൽ 10% OAS തനിയെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ സർവീസ് കാനഡയിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇതിനുശേഷം GISന് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ വരുമാനം കുറഞ്ഞാൽ GIS കിട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായി ടാക്സ് അടയ്ക്കുന്നതിലൂടെ GIS കിട്ടാനുള്ള സാധ്യത കൂട്ടാം. GIS അപേക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. OAS വാങ്ങുന്നവർക്ക് ISP 3025 ഫോം ഉപയോഗിച്ച് സർവീസ് കാനഡയ്ക്ക് അയക്കുക. OASനും GISനും ഒരുമിച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ISP 3550 ഫോം ഉപയോഗിച്ച് അയക്കുക. ഫെഡറൽ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിച്ച ശേഷം പ്രൊവിൻഷ്യൽ ആനുകൂല്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. GIS വാങ്ങുന്നവർക്ക് പ്രൊവിൻഷ്യൽ ആനുകൂല്യം തനിയെ കിട്ടും. പ്രധാന പ്രൊവിൻഷ്യൽ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബർട്ടേനിയ സീനിയർ ബെനിഫിറ്റ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ് അസിസ്റ്റന്റ് ഫോർ സീനിയേഴ്സ്, ബ്രിട്ടീഷ് കൊളംബിയ സീനിയർ സപ്ലിമെന്റ് ഷെൽട്ടേഴ്സ് എയ്ഡ് ഫോർ എൽഡർലി റെഡ്നേഴ്സ്, ഒൻറ്റാറിയോ ഗ്യാരണ്ടീഡ് ആനുവൽ ഇൻകം സിസ്റ്റം, ക്യൂബെക് സപ്ലിമെന്റ് ടു ദി ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെന്റ്, നോവാ സ്കോട്ടിയ സീനിയേഴ്സ് കെയർ ഗ്രാന്റ് ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് റിബേറ്റ് ഫോർ സീനിയേഴ്സ്, മൊനിറ്റോബ 55+ പ്രോഗ്രാം ആൻഡ് റെന്റ് അസിസ്റ്റന്റ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ പ്രൊവിൻഷ്യൽ സീനിയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെടുക. ശേഷം പഴയ പണം കിട്ടാൻ ശ്രമിക്കുക. പല ആളുകൾക്കും പഴയ പണം കിട്ടാൻ സാധ്യതയുണ്ട്. CPP 12 മാസത്തെ പണം മുൻപോട്ട് തരാൻ സാധ്യതയുണ്ട്. OAS 11 മാസത്തെ പണം തരാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ GIS 3 വർഷത്തെ പണം വരെ തരാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കുമ്പോൾ പഴയ പണം കിട്ടാനുള്ള കാര്യങ്ങൾ ഫോമിൽ എഴുതണം. OASൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടിയാൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഭാര്യയും ഭർത്താവും വരുമാനം പങ്കിടാൻ ടാക്സ് കുറയ്ക്കാൻ സാധിക്കും.
GIS കിട്ടുന്നവർക്ക് ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള അവസരവുമുണ്ട്. റിട്ടയർമെൻറ്റ് സമയത്ത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് പണം എടുക്കുന്നത് എന്നത് പ്രധാനമാണ്. TFSIയിൽ നിന്ന് പണമെടുത്താൽ GISനും OASനും പ്രശ്നമുണ്ടാകില്ല. RRSPയിലും TFSAയിലും പൈസയുണ്ടെങ്കിൽ ആലോചിച്ച് പണമെടുക്കുക. CPP മെച്ചപ്പെടുത്തൽ സാമ്പത്തികമായ സുരക്ഷിതമാണ്. ഇത് 75 വർഷത്തേക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള OAS ആനുകൂല്യം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റാൻ സാധ്യതയില്ല. ഈ ആനുകൂല്യങ്ങൾ പണപ്പെരുപ്പത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാനഡയിലെ പ്രായമായ ആളുകൾക്ക് അവരുടെ വരുമാനം കൂട്ടാൻ ഇത് നല്ലൊരു അവസരമാണ്. ഏകദേശം $3716 ഒരു വർഷം കൂടുതൽ കിട്ടിയാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും.